അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും. നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം 14-15 വാക്യങ്ങൾ. രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ പട
കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവീൻ എന്ന് എഴുതിയിരുന്നു. ദാവീദ് രാജാവ് കൗശലങ്ങൾ ഒന്നിനൊന്ന് പ്രയോഗിക്കുകയാണ്. തൻ്റെ വീഴ്ച മറച്ചു വയ്ക്കുവാൻ, തൻ്റെ അധപ്പതനം ഒളിച്ചു വയ്ക്കുവാൻ ദാവീദ് തന്ത്രങ്ങൾ വീണ്ടും വീണ്ടും മെനയുകയാണ്, നെയ്തെടുക്കുകയാണ്. ദാവീദ് രാജാവ് ഊരിയാവിനെ തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് അയക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ഊരിയാവ് സ്വന്തം ഭാര്യയായ ബത്ശബയുടെ അരികിലേക്ക് ആ 2 ദിവസവും പോയില്ല. ഊരിയാവ് കൊട്ടാരത്തിൽ തന്നെ ആ 2 രാത്രികളും കഴിച്ചു. തൻ്റെ തന്ത്രം സാധിക്കുന്നില്ലെന്നും അത് കൗശലം വിജയിക്കുന്നില്ലെന്നും കണ്ടപ്പോൾ ദാവീദ് രാവിലെ ഊരിയാവിനെ വിളിച്ചു. ഊരിയാവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കയ്യിൽ ഒരു എഴുത്ത് തരാം, ഈ എഴുത്ത് കൊണ്ടുപോയി പടത്തലവൻ്റെ കയ്യിൽ കൊടുക്കൂ, സൈന്യാധിപൻ്റെ കയ്യിൽ കൊടുക്കൂ, യോവാബിൻ്റെ കയ്യിൽ കൊടുക്കൂ. ദാവീദ് ആ എഴുത്തിൽ എഴുതിയത്, പടമുറുകുന്നിടത്ത് ഈ ഊരിയാവിനെ നിർത്തുക, ശത്രുവിൻ്റെ വെട്ടേറ്റ്, എതിരാളികളുടെ വെട്ടേറ്റ് ഊരിയാവ് മരിക്കത്തക്കവണ്ണം ഊരിയാവിനെ മുന്നണിയിൽ നിർത്തിയിട്ട് മറ്റ് സൈന്യമെല്ലാം പിന്മാറുക എന്നാണ് ആ എഴുത്തിൽ എഴുതിയിരുന്നത്. ഊരിയാവ് ആ എഴുത്ത് വാങ്ങിയത് എന്ത് അഭിമാനത്തോടെ ആയിരിക്കും, എന്ത് കൗതുകത്തോടെ ആയിരിക്കും. നോക്കൂ, ഞാൻ ഈ 2 ദിവസവും എൻ്റെ വീട്ടിൽ പോയില്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയില്ല, എൻ്റെ കുടുംബത്തിൽ പോയില്ല, ഞാൻ എത്ര വിശ്വസ്തനാണ്. രാജാവിന് എന്നോട് വളരെ പ്രീതി തോന്നിയിരിക്കുകയാണ്. രാജാവ് എനിക്ക് എൻ്റെ വിശ്വസ്തതയെ അംഗീകരിച്ച് ഒരു പ്രൊമോഷൻ തരികയാണ്. സൈന്യാധിപൻ്റെ അടുക്കൽ ഒരു പ്രൊമോഷൻ തരാനുള്ള പ്രൊമോഷൻ ഓർഡർ തന്നുവിടുകയാണ് എന്നേ പാവം ഊരിയാവ് ധരിച്ചുള്ളൂ. കൊല്ലാനുള്ള വളരെ കർക്കശമായ, നിശ്ചിതമായ, തന്ത്രപൂർവമായ നീക്കമാണ് ആ എഴുത്തിലുള്ളതെന്ന് പാവം ഊരിയാവ് അറിഞ്ഞില്ല. ഊരിയാവ് ആ എഴുത്ത് രോമാഞ്ചമണിഞ്ഞുകൊണ്ട് കയ്യിൽ ഏറ്റുവാങ്ങി സുസ്മേരവദനായി നീങ്ങുകയാണ്. നല്ല ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെ പാവം ഊരിയാവ് പടക്കളത്തിലേക്ക് പോവുകയാണ്. ഊരിയാവ് ആ എഴുത്ത് അതൊരു കവറിനകത്താണെന്ന് ഞാൻ കരുതട്ടെ. ആ എഴുത്ത്, ആ കവറ് തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ടാകും. അതിനകത്തുള്ളത് വായിക്കാൻ ഊരിയാവിന് അനുവാദമില്ലല്ലോ, തുറക്കാൻ അനുവാദമില്ലല്ലോ. ഊരിയാവ് ആ കവറ് കയ്യിൽ വെച്ചുകൊണ്ട് നല്ല മധുര കിനാക്കൾ ഉള്ളത്തിൽ നെയ്യുകയാണ്. എന്താണ്? ഇതാ എത്ര പെട്ടെന്ന് മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഇടയ്ക്ക് എനിക്കൊരു അംഗീകാരം, എനിക്കൊരു പ്രൊമോഷൻ, മറ്റ് പടയാളികളുടെ എല്ലാം ഇടയ്ക്ക് ഞാനിതാ ഉന്നതനാകുന്നു. നനച്ചിരിയാതൊരു പ്രൊമോഷൻ. വിശ്വസ്തയോടെ, നല്ല വിശ്വസ്തയോടെ ജോലി ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. കണ്ടോ, എൻ്റെ വിശ്വസ്തത രാജാവ് കണ്ടു, രാജാവ് അംഗീകരിച്ചു, രാജാവ് എനിക്ക് പ്രൊമോഷൻ തരികയാണ്. എന്തെല്ലാമോ നല്ല നല്ല ചിന്തകൾ മനസ്സിൽ കൊരുത്തുകൊണ്ട് ആ പാവം രാജഭൃത്യൻ പടക്കളത്തിലേക്ക് നീങ്ങുകയാണ്. ആ എഴുത്ത് നല്ല അഭിമാനത്തോടെ, പുഞ്ചിരിയോടെ യോവാബിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. യോവാബ് എഴുത്ത് നിവർത്തി, എഴുത്ത് പൊട്ടിച്ചു. യോവാബ് ആ എഴുത്ത് വായിച്ച ഉടനെ എന്തോ ഒന്ന് ചിന്തിച്ചു. യോവാബിൻ്റെ മുഖം അല്പം ഗൗരവം പൂണ്ടു. ഇതെല്ലാം എൻ്റെ നിസ്സാരമായ എളിയ ഭാവനകളാണ്. യോവാബിൻ്റെ മുഖം ഒന്ന് ഗൗരവതരമായ ഭാവം പൂണ്ടു. മാത്രമല്ല, യോവാബ് ഊരിയാവിനെ ഒന്ന് തറപ്പിച്ച് നോക്കി. എന്താണ്, പ്രൊമോഷൻ ഓർഡർ കിട്ടിയിട്ട് എന്നെ തറപ്പിച്ച് നോക്കുന്നതാവോ? പ്രൊമോഷൻ ഓർഡർ കിട്ടിയിട്ട് എന്നോട് വാത്സല്യത്തോടെ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് 2 വാക്ക് പറയേണ്ട പടത്തലവൻ എന്താണ് എന്നോട് ഒരു നിശ്ചിതഭാവത്തോടെ നോക്കുന്നതാവോ? പാവം ഊരിയാവിന് മനസ്സിലായില്ല. ഊരിയാവിനോട് യോവാബ് പിന്നൊന്നും പറഞ്ഞില്ല. പൊയ്ക്കോ, യുദ്ധക്കളത്തിലേക്ക് പൊയ്ക്കുള്ളൂ. എന്തായിരിക്കും എനിക്ക് പ്രൊമോഷൻ തരാഞ്ഞത്? ഊരിയാവിന് മനസ്സിലായില്ല, മനസ്സിലാവുകയില്ലല്ലോ. നിഷ്കളങ്കനായ ഊരിയാവിന് കാര്യം മനസ്സിലായില്ല. ആർജവബോധമുള്ള സ്ട്രെയിറ്റ് ഫോർവേഡായ ഊരിയാവിന് ഒന്നും മനസ്സിലായില്ല. പക്ഷേ ദാവീദിന്റെ കെണി എന്തായിരുന്നു? യോവാബ് ആ ആശയം മുഴുവൻ ഉൾക്കൊണ്ടു. യോവാബിന് മനസ്സിലായി,
ദൈവപുരുഷനായ ദാവീദ്, ദൈവത്തിൻ്റെ വിലയേറിയ ദാസനായ ദാവീദ്, ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ദൈവപുരുഷനായ ദാവീദ് ഇതാ മഹാഭാവത്തിൽ വീണുവെന്ന് ദാവീദിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. കൂടെ ദാവീദിനോടുകൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയിലുള്ള സാക്ഷ്യം നഷ്ടപ്പെട്ടു. യോവാബ് എന്ന സൈന്യാധിപന് രാജാവിനെ കുറിച്ചുള്ള മതിപ്പ് പോയി. ദാവീദ് രാജാവ് എന്ന് പറയുമ്പോൾ ഉള്ളത്തിൽ നല്ല മതിപ്പായിരുന്നു. ഇന്ന് മതിപ്പ് പോയി. ഈ രാജാവ് വലിയ ദൈവഭക്തനാണെന്നൊക്കെ പറയുന്നു, ദൈവം ഉയർത്തിക്കൊണ്ടുവന്നവനാണെന്ന് പറയുന്നു, ദൈവം ഉദ്ധരിച്ചു കൊണ്ടുവന്നവനാണെന്ന് പറയുന്നു, എപ്പോഴും ദൈവത്തെ കീർത്തിച്ചുള്ള സങ്കീർത്തനങ്ങൾ പാടുന്നവനാണെന്ന് പറയുന്നു, ഇസ്രായേലിൻ്റെ മധുരഗായകനാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ആളിതല്ലേ, ഉള്ളവിതല്ലേ, ഇതല്ലേ സ്വഭാവം. ഈ ദാവീദിൻ്റെ സ്വഭാവം യോവാബ് കണ്ടപ്പോൾ യോവാബിൻ്റെ ഉള്ളത്തിൽ ദാവീദിനെ കുറിച്ചുള്ള മതിപ്പും ബഹുമതിയും എല്ലാം പോയിപ്പോയി. ദാവീദിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, ഗൗരവമേറിയൊരു കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ദൈവമക്കൾ അവരവർ നിൽക്കുന്ന സ്ഥാനത്ത് സാക്ഷ്യമുള്ളവരാണോ? സ്വന്തം കുടുംബത്തിൽ സാക്ഷ്യമുണ്ടോ? സ്വന്തം ഭാര്യയുടെ അരികത്ത്, സ്വന്തം മക്കളുടെ അരികത്ത്, സ്വന്തം ഭർത്താവിൻ്റെ അരികത്ത്, സ്വന്തം സഹോദരങ്ങളുടെ അരികത്ത്, സ്വന്തം മാതാപിതാക്കളുടെ അരികത്ത് പ്രിയപ്പെട്ടവരെ നാം സാക്ഷ്യമുള്ളവരാണോ? നമ്മുടെ ജീവിത ചെയ്തികൾ കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ നീക്കങ്ങളും കണ്ടുകൊണ്ട് സാക്ഷാൽ ദൈവഭക്തനായ മനുഷ്യൻ എന്ന് പറയുമോ പ്രിയരെ? ഇതാ സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളൊരു പുരുഷൻ എന്ന് നമ്മുടെ വീട്ടിലുള്ളവർ പറയുമോ? ആദ്യം നമ്മുടെ വീട്ടിൽ തുടങ്ങട്ടെ. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ തുടങ്ങട്ടെ. ദൈവസ്നേഹം നമ്മുടെ വീട്ടിൽ ആരംഭിക്കട്ടെ. ദൈവിക സ്വഭാവം നമ്മുടെ കുടുംബത്തിൽ തുടങ്ങട്ടെ. സ്വന്തം ഭാര്യ അറിയട്ടെ, സ്വന്തം ഭർത്താവ് ചിന്തിക്കട്ടെ, കണ്ടോ എൻ്റെ ഭർത്താവ് ഇതാ ഇതുവരെ ജീവിച്ചതുപോലുള്ളൊരു മനുഷ്യനല്ല, കാതലായ മാറ്റം വന്ന മനുഷ്യൻ. ഭാര്യയ്ക്ക് തോന്നട്ടെ, മിണ്ടണമെന്നില്ല. മക്കൾക്ക് തോന്നട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് തോന്നട്ടെ, എൻ്റെ മോൻ മുമ്പത്തെ ആളല്ല, എൻ്റെ മോള് മുമ്പ് കാണാറുള്ള ആളല്ല. എന്തൊരു മാറ്റം, എന്തൊരു അനുസരണം, ഉഴപ്പില്ല, അലസതയില്ല, എന്തൊരു ഉത്സാഹം, ഒരു നിമിഷം കളയാതെ പഠിക്കുന്നു, എന്തോ ഒരു അനുസരണശീലം, എന്തോ ഒരു വിധേയത്വം, എന്തോ ഒരു എളിമ, എന്തോ ഒരു താഴ്മ, ഒരു തെറ്റും പറ്റരുതെന്നുള്ള എന്തോ ഒരു നിർബന്ധം, പ്രാർത്ഥനയ്ക്ക് എന്തൊരു നിഷ്ഠ, തിരുവചനം വായിക്കാനും തിരുവചനം ധ്യാനിക്കാനും എന്തോ ഒരു താല്പര്യം, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എന്തൊരു ദാഹം. നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവർ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യം അനുഭവിക്കട്ടെ. സാക്ഷ്യം പറയാനല്ല ഞാൻ പറഞ്ഞത്, സാക്ഷ്യം അനുഭവിക്കട്ടെ. ഇന്ന് അനേകം സാക്ഷികൾ, ഇന്ന് ഒരു കാലത്ത് സാക്ഷ്യം പറഞ്ഞവരും സാക്ഷ്യം ഉണ്ട് എന്ന് അഭിമാനിച്ചവരുമായ അനേകം ആളുകൾ ഇന്ന് ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടവരാണ്. പിതാക്കന്മാർ പാടി, നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ എന്ന്. കർത്താവേ, നിന്റെ സാക്ഷിയായ ഞാൻ ലജ്ജിതനാകാൻ ഇടവരല്ലേ. ഇങ്ങനെയാണ് പിതാക്കന്മാർ പാടിയത്. മന്നവനേ മസിഹ സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേൻ ധനിക നിന്നിധി നിലയത്തി നേകണമേ കൃപയും വാഴും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ ശരണവുമെന്നാശ്രയവും നീയേ. കർത്താവേ, നീയാണ് എൻ്റെ തുണ, നീയാണ് എൻ്റെ ഗതി. നിന്റെ സാക്ഷിയായ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ ലജ്ജിതനാകാൻ ഇടവരല്ലേ. നിത്യനായ ദൈവമേ, നീയെല്ലാം കാണുന്നു, നീയെല്ലാം അറിയുന്നു. എന്നാൽ മനുഷ്യർ എൻ്റെ പുറമേയുള്ള ജീവിതം പലപ്പോഴും കണ്ട് എന്നെക്കുറിച്ച് അവമതിപ്പില്ലാതെയാണ് ഇത്രയും കാലം ജീവിച്ചത്. എന്നാൽ ഞാനിതാ ഇന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ലജ്ജിതനാകാൻ നീ എന്നെ കൈവിടല്ലേ, നിന്ദിതനാകാൻ എന്നെ കൈവിടല്ലേ. എൻ്റെ ദൈവമേ, നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ. ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത സാക്ഷ്യം എങ്ങനെയെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കൂ. എക്സാമ്പിൾ ഈസ് ബെറ്റർ ദാൻ പ്രീസെപ്റ്റ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. പ്രസംഗത്തേക്കാൾ കൂടുതൽ നല്ലത് ജീവിത ദൃഷ്ടാന്തമാണ് എന്ന്. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്ന് ഇംഗ്ലീഷിൽ മറ്റൊരു ചൊല്ലുണ്ട്.
നീ എന്ത് പ്രസംഗിക്കുന്നോ അതിൻ്റെ ജീവിതത്തിൽ നീ അനുവർത്തിക്കുക എന്നാണ് ചൊല്ലിൻ്റെ അർത്ഥം. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്, എക്സാമ്പിൾ ഈസ് ബെറ്റർ ദാൻ പ്രീസെപ്റ്റ്. സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതമാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതം സംസാരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ സാക്ഷ്യമുണ്ടാകട്ടെ, നമ്മുടെ ജോലി സ്ഥലത്ത് സാക്ഷ്യമുണ്ടാകട്ടെ, നാം പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ സാക്ഷ്യമുണ്ടാകട്ടെ, ബിസിനസ് രംഗത്ത് സാക്ഷ്യമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനത്തിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ ജ്വലിക്കട്ടെ, ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമ്മിൽ തിങ്ങട്ടെ, ക്രിസ്തുവിൻ്റെ ആർദ്രത നമ്മിൽ നിഴലിക്കട്ടെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രകാശിക്കട്ടെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിബിംബിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ഇത് കേവലം ചില വാക്കുകൾ മാത്രമായി നിങ്ങളുടെ ഹൃദയത്തിൽ തങ്ങരുത്. സജീവമായ ഒരു അനുഭവമാക്കി നിങ്ങൾ മാറ്റിയെടുക്കണം. കർത്താവേ, ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എവിടെയെല്ലാം നിൽക്കുന്നു, എവിടെയെല്ലാം ഞാൻ മിണ്ടുന്നു, എവിടെയെല്ലാം ഞാൻ പെരുമാറുന്നു, എവിടെയെല്ലാം ഞാൻ ഇടപെടുന്നു, എൻ്റെ ദൈവമേ, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ അടുക്കളയിൽ, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ പറമ്പിൽ, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ഓഫീസിൽ, എൻ്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രവർത്തന മേഖലയിൽ, അവിടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം വഹിപ്പാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഒരിക്കൽ ഒരു മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മെ നോക്കി നമ്മുടെ കർത്താവ് അങ്ങനെ പറയുമോ? ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. നഥനയേലിനെ നോക്കിയാണ് കർത്താവ് അത് പറഞ്ഞത്. നഥനയേലിനെ നോക്കി പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. പാവം നഥനയേൽ യേശുവിനെ കണ്ടവനല്ല, യേശുവിനെ കുറിച്ച് അറിവുള്ളവനല്ല. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് അല്പം പുച്ഛത്തോടെ ചോദിച്ചവനാണ്. യേശു നസ്രയത്തിൽ നിന്ന് വരുന്നു എന്ന് ഫിലിപ്പോസ് പറഞ്ഞു കേട്ടപ്പോൾ നഥനയേലിന് അത് അത്ര ബഹുമാന്യമായി തോന്നിയില്ല. നസ്രയത്ത് എന്ന കുഗ്രാമത്തിൽ, പരിഷ്കാരമില്ലാത്ത ദേശത്ത്, സംസ്കാരമില്ലാത്ത ദേശത്ത് നിന്ന് ഒരു അനുഗ്രഹീത പുരുഷൻ വരാൻ സാധ്യതയില്ലല്ലോ എന്നെല്ലാമാണ് പാവം നഥനയേൽ വിചാരിച്ചത്. അതുകൊണ്ട് നഥനയേൽ ചോദിച്ചു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നമ്മെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മ ഓരോരുത്തരെക്കുറിച്ചും നമ്മുടെ കർത്താവ് എന്തു പറയും? നഥനയേലിന് ഇത് യേശുവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. നാം തിരിച്ചറിയാതെ പലതും പറഞ്ഞവരായിരിക്കും, കാര്യം ഗ്രഹിക്കാതെ പലതും വിമർശിച്ചവരായിരിക്കും, കാര്യം ഗ്രഹിക്കാതെ പലതും നാം നിരൂപിച്ചവരായിരിക്കും, സത്യം അറിയാതെ നാം ചിലപ്പോൾ എതിർത്തവരായിരിക്കും, ജീവന്റെ വചനത്തെ എതിർത്തവരിപ്പുണ്ടായിരിക്കും ഈ വാക്കുകളെ കേട്ടുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവന്റെ ആത്മാവിന്റെ പ്രവാഹത്തെ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചവരും എതിർത്തവരും ആക്രമിച്ചവരും പക്ഷേ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർക്കൂ, സത്യം ഗ്രഹിപ്പാനിടയാകുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. നഥനയേൽ അത്ഭുതത്തോട് ചോദിച്ചു, ഗുരു, നീ എന്നെ എവിടെ വെച്ചറിയും? ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവരിൽ കപടമില്ല എന്ന് നഥനയേലിനോട് യേശു പറഞ്ഞപ്പോൾ നഥനയേൽ ചോദിച്ചു, നമുക്കൊരു പരിചയമില്ലല്ലോ, എനിക്ക് നിന്നെ പരിചയമില്ല, നിനക്ക് എന്നെ പരിചയമില്ല, നാം തമ്മിൽ മുമ്പ് കണ്ടിട്ടില്ല, പിന്നെ എന്നെ എവിടെ വെച്ചാണ് അറിയുന്നത്? എന്നെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയാൻ. യേശു പറഞ്ഞു, നഥനയേലേ, എനിക്ക് നിന്നെ അറിയാം. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപ് നീ അത്തിയുടെ കീഴിൽ പ്രാർത്ഥനാ നിരതനായി, ധ്യാന നിമഗ്നനായി നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, എനിക്കല്പം ഉറക്ക ചിന്തിക്കാൻ ചില കാര്യങ്ങളുണ്ട്. നാം ആരും നിരൂപിക്കാത്ത സമയത്ത് നമ്മെ കണ്ട ദൈവം. മകനെ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ നിന്നെ കണ്ട ദൈവം. നഥനയേലേ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ നിന്നെ കണ്ട ദൈവം. നീ യേശുവിനെ കണ്ടില്ല, യേശു നിന്നെ കണ്ടുകൊണ്ടിരുന്നു. നിത്യനായ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരുന്നു. യെശയ്യാ പ്രവാചകൻ പറയും, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നീ എന്നെ അറിഞ്ഞു എന്ന്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, നീ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചു എന്ന് യഹോവയായ ദൈവം എന്നോട് അരുളി ചെയ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു, ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, നിങ്ങളാരും താണ നിലവാരത്തിൽ ചിന്തിക്കരുത്. ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുകയാണ്, ദൈവം നിങ്ങളിൽ ആശ വെച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കരുണയോടെ കരുതിക്കൊണ്ട് അവിടുന്ന് പേർ ചൊല്ലി വിളിക്കുകയാണ്.
ഇന്നല്ല, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോഴല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിഞ്ഞു, ദൈവം നിങ്ങളെ വിളിച്ചു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു, ദൈവം നിങ്ങളിൽ വിലപ്പെട്ട ആശ വെച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തൻ്റെ പ്രിയ പൈതലാക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഞാൻ ഇങ്ങനെ ധ്യാനിക്കും, ഞാൻ ഇങ്ങനെ ഓർക്കും, എൻ്റെ കർത്താവേ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ അറിഞ്ഞു. ഞാൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു, ഞാൻ ഈ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. നീ എൻ്റെ പിറകെ നടന്നുകൊണ്ടിരുന്നു, എൻ്റെ പിറകെ നീ നടന്നുകൊണ്ടിരുന്നു. കോടാനകോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ ആകാശഗോളങ്ങളെ മെനഞ്ഞവൻ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ചവൻ, ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും മെനഞ്ഞവൻ, ഈ നിസ്സാര കൃമിയായ മനുഷ്യന്റെ പിറകെ അവിടുന്ന് നടന്നുകൊണ്ടിരുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ കയറി ഒന്ന് പിടിക്കുവാൻ അവിടുത്തെ കരം നീട്ടിക്കൊണ്ട് അവിടുന്ന് പിന്നാലെ നടന്നുകൊണ്ടിരുന്നു. അവിടുന്ന് എന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് എൻ്റെ പിറകെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ നിന്റെ ശബ്ദം കേട്ടില്ല. ഞാൻ നിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് ഞാൻ ചെവി ചായിച്ചില്ല. ഞാൻ നിന്റെ ശബ്ദം കേട്ട് ചെവി ചായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ പാപം അതിനെ എതിർത്തു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്റെ ശബ്ദത്തിന് ഒന്ന് വിനയപ്പെടാൻ തോന്നാതെ എൻ്റെ നല്ല കാലങ്ങൾ ഏറെയേറെ പാഴാക്കി. എന്നാൽ എൻ്റെ ദൈവമേ, ഒരു സന്ദർഭം വന്നപ്പോൾ, എപ്പോഴോ നിൻ്റേതായ ഒരു സമയത്ത്, കാലത്തിൻ്റെ ഒരു സവിശേഷ സന്ദർഭത്തിൽ, എൻ്റെ നാഥ, അവിടുന്ന് കണ്ടതായ വിലപ്പെട്ട ഒരു നല്ല സന്ദർഭത്തിൽ അവിടുന്ന് എന്നെ കടന്നു പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് എന്നെ കടന്നു പിടിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ പിടിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ദൈവം നിങ്ങളെ കണ്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ദൈവം നിങ്ങളെ തക്ക സമയത്ത് കയറി പിടിച്ചു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. ആ കരം ഇപ്പോൾ നിങ്ങളെ പിടിക്കാൻ നിങ്ങളുടെ നേരെ ആ കരം നീട്ടിയിരിക്കുകയാണ്. ആ കരം നിങ്ങളെ പിടിച്ചിട്ട്, ആ കരം നിങ്ങളെ ചേർത്തടുപ്പിച്ചിട്ട് മാറോടണയ്ക്കാൻ, നിങ്ങളെ തഴുകാൻ, നിങ്ങളെ വലയം ചെയ്യുകയാണ്. നിങ്ങളെ ആശ്ലേഷിക്കാൻ, നിങ്ങളെ ആലിംഗനം ചെയ്യാൻ ആ കരം നിങ്ങളുടെ നേരെ നീട്ടുകയാണ്. ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ ഇരുകരവും നീട്ടിക്കൊണ്ട് ഓടിയിറങ്ങി ചെന്നു. അപ്പൻ ആ നല്ല തറവാട്ടിൽ നിന്ന് ഓടിയിറങ്ങി, തെരുവിലേക്ക് ഓടിയിറങ്ങി. അങ്ങ് ദൂരെ നിന്ന് മകൻ വരുന്നു. നാളുകളായി തന്നെ വിട്ടുപോയ മകൻ വരുന്നു. ആ മകൻ ഇതാ ഒരു പേക്കോലമായി മടങ്ങി വരുന്നു, ഒരു പ്രാകൃതനായി മടങ്ങി വരുന്നു. കണ്ണുകൾ കുഴിഞ്ഞു, കവിളൊട്ടി, എല്ലും തോലുമായി, മെലിഞ്ഞുണങ്ങിയ ശരീരമായി, കീറി നാറുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ആ സാധു യുവാവ് പന്നിയെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് ഇതാ അപ്പൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പൻ വീട്ടിലിരുന്നു കൊണ്ട് ശബ്ദം തിരിച്ചറിഞ്ഞു. അകലെ നിന്നൊരു ശബ്ദം കേൾക്കുന്നല്ലോ. ഏതാണ് ആ ശബ്ദം? അതെൻ്റെ മോൻ്റെ ശബ്ദമാണല്ലോ. നാളുകൾക്ക് മുമ്പ് എന്നെ വിട്ടുപോയ മോൻ്റെ ശബ്ദമാണല്ലോ. അപ്പൻ കാതോർത്തു. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ സ്വീകരിക്കണമേ. ഈ ശബ്ദമാണ് അപ്പൻ കേട്ടത്. അപ്പൻ ഓടിയിറങ്ങി, റോഡിലോട്ട് ഇറങ്ങി, ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. അപ്പൻ ഇതാ കൈ നീട്ടി മോൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. മോൻ ഇങ്ങോട്ടും വരികയാണ്. പ്രിയപ്പെട്ടവരെ, മോൻ വന്ന് അപ്പൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ അങ്ങ് വീഴാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പനെ കൈത്തണ്ടിൽ മോനെ അങ്ങ് താങ്ങി മാറോടങ്ങ് അടക്കി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയമ്പുത്രന്റെ ഉപമാനം വായിക്കുമ്പോൾ നാം കാണുന്ന മനോഹരമായ ചിത്രം അതാണ്. അപ്പൻ അവനെ തഴുകി തലോടി അവനെ മാറോട് അണച്ചു പിടിച്ചു. അവനാ പറഞ്ഞുകൊണ്ട് വന്നത് അവനിപ്പോൾ പിന്നെയും പറയുകയാണ്. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. അപ്പനറിയാം, അപ്പൻ മുമ്പ് കേട്ടതാണ്. അവൻ ദൂരെ നിന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്ന അപ്പൻ കേട്ടുകൊണ്ടാണ് ഓടി വന്നത്. ഇനി പറയാൻ പോകുന്നത് അപ്പനറിയാം. നിന്റെ കൂലിക്കാരൊരുത്തനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന്. മകനായിട്ട് സ്വീകരിക്കപ്പെടാൻ യോഗ്യതയില്ല, നിന്റെ വേലക്കാരൊരാളായിട്ട് എന്നെ സ്വീകരിച്ചാൽ മതി എന്നാണ് അവൻ പറയാൻ പോകുന്നത്. അത് കേൾക്കാനുള്ള കെൽപ്പ് അപ്പൻ്റെ വാത്സല്യത്തിനില്ല. അപ്പൻ എന്ത് ചെയ്തു? ഉടനെ വായടച്ച് ഉമ്മ വെച്ചു. ദൈവത്തിന് സ്തോത്രം. വായടച്ച് ഉമ്മ വെച്ചു.
നിന്റെ കൂലിക്കാരിലൊരുത്തനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്നുള്ള ശബ്ദം കേൾപ്പാൻ കെൽപ്പില്ലാത്ത വാത്സല്യനിധിയായ പിതാവ് ആ മോനെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ ഉമ്മ വെച്ച് തഴുകി തലോടി ഇതാ ആലിംഗനത്തോടെ കൊണ്ടുവന്നു. വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരിപ്പൊടുവിപ്പീൻ, തടിപ്പിച്ച കാളക്കുട്ടി അറുപ്പീൻ. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ സമയം നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളെ തലോടുവാൻ ആ കരവിത നീട്ടിയിരിക്കുന്നു, നിങ്ങളെ തഴുകാൻ ആ കരവിത നീട്ടിയിരിക്കുന്നു. മകനെ നീ ആയിരിക്കുന്ന പ്രകാരം, മകളെ നീ ആയിരിക്കുന്ന പ്രകാരം ഇതാ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുക്കൂ. ആ കരം നിന്നെ ഇതാ നീട്ടിപ്പിടിക്കാൻ വിതുമ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ആണിപ്പാടുള്ള കരം, നിനക്ക് വേണ്ടി തകർന്ന കരം ഇതാ നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. കാലത്തിന്റെ ആ പൂർണ്ണത ഇപ്പോൾ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ സമയം ദൈവം നിന്നെ പിടിക്കാൻ വന്നിരിക്കുന്ന സമയം, പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ വന്നിരിക്കുന്ന സമയം, ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ കരയേറ്റുവാൻ കടന്നു വന്ന സമയം. ഈ നല്ല സമയം നീ നഷ്ടമാക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവ പൈതലേ നീ ദൈവത്തോട് പറയുവീൻ, നാഥാ എന്റെ ജീവിതത്തിൽ കാലങ്ങൾ ഞാൻ പാഴാക്കിപ്പോയി, നിന്റെ ശബ്ദം കേട്ടിട്ടും ഗവനിക്കാതെ ഞാൻ ഓടി ഓടി അകന്നുപോയി, നിന്റെ സ്നേഹം കണ്ടിട്ടും ഞാൻ ശ്രദ്ധിക്കാതെ ഇതാ പൈശാചികന്റെ പിറകെ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തുപോയി, പാപത്തിന് എന്നെ തന്നെ ഞാൻ വിട്ടുകൊടുത്തുപോയി, അഴുക്കായ ജീവിതത്തിന് എന്നെ തന്നെ ഞാൻ തീർകൊടുത്തുപോയി. എന്റെ ദൈവമേ, പരാജയത്തിന്റെ കണക്കേ ഉള്ളൂ, പാപത്തിന്റെ ബഹുലതകളേ ഉള്ളൂ, തിന്മയുടെ ആധിക്യമേ ഉള്ളൂ. എന്റെ ദൈവമേ, ഇപ്പോൾ ഇതാ പരിശുദ്ധനായ യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ ഇതാ വരുന്നു. നിത്യപരിശുദ്ധനും നിത്യ തേജോമയനുമായ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഇതാ വരുന്നു. എന്നെ നീ ഒന്ന് പിടിച്ചു കൊള്ളണമേ. എന്റെ നേരെ നീട്ടിയ കരം പിൻവലിക്കല്ലേ. എന്നെ നീ ഒന്ന് പിടിച്ചു കൊള്ളണമേ. ഇന്ന് മുതൽ നിന്റെ കരവലയത്തിൽ ഒതുങ്ങിക്കൊണ്ട് പുതിയ ജീവിതം നയിക്കുമെന്ന് ഞാനിതാ തീരുമാനമെടുക്കുന്നു. ക്രിസ്തുവിനെ കൈക്കൊള്ളുവീൻ ദൈവജനമേ, ക്രിസ്തുവിനായ ഹൃദയം തുറക്കുവീൻ ദൈവജനമേ. സ്നേഹനിധിയായ സ്വർഗീയ പിതാവിന്റെ വാത്സല്യ നികേതനങ്ങളായി മാറുവീൻ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവിന്റെ കരുണയുടെ പാത്രങ്ങളായി മാറുവീൻ, ജീവനുള്ള ക്രിസ്തുവിന്റെ കൃപയുടെ നിധികളായി നിങ്ങൾ ഓരോരുത്തരും മാറുവീൻ, ദൈവത്തിന്റെ സ്വത്തായി മാറുവീൻ, ദൈവത്തിന്റെ സമ്പത്തായി മാറുവീൻ, ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ഈ വചനത്തെ കേട്ട എല്ലാവരെയും അവിടുന്ന് തഴുകണമേ, അവിടുന്ന് കയറി പിടിക്കണമേ. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം കൊണ്ട് പിടിച്ച് ആ കരത്തിലുള്ള തിരുരക്തത്തിന്റെ മുദ്ര അണിയിച്ച് ഓരോരുത്തരെയും തിരുമാറോട് അണയ്ക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. സാത്താന്യ ബാധകൾ മാറ്റണമേ കർത്താവേ. ഭൂതാത്മാക്കളുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ കർത്താവേ. ശാപങ്ങളും പാപങ്ങളും ദോഷങ്ങളും നീക്കണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ. ഈ വചനം കേട്ട് വചനം സ്വീകരിച്ച് ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചവരുടെ രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. കേടുകൾ മാറ്റണമേ. കഷ്ടങ്ങളും നഷ്ടങ്ങളും മാറ്റണമേ. ഭാരങ്ങളും ആകുലങ്ങളും ആവലാധികളും മാറ്റണമേ. കുടുംബ സമാധാനം നൽകണമേ. കുടുംബശാന്തി ഏകണമേ. സമാധാനവും ശാന്തിയും സ്നേഹവും നിറഞ്ഞ ഒരു പുതിയ കുടുംബ ജീവിതത്തിന് എല്ലാവർക്കും സൗഭാഗ്യം നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ.